ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. പോയി ഒട്ടി നിൽക്കോ, നാണല്ലോ. ഇന്നലെ ഞാൻ കൊടുക്കാത്ത അവിടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. ഏക മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടേക്ക് നോക്കി നിന്നു. അപ്പോഴാണ് തന്നെ നോക്കി അർത്ഥം നിറഞ്ഞ രാക്കിയ ചിരിയുമായി നിൽക്കുന്ന ഡേവിഡിനെ അവൾ ശ്രദ്ധിച്ച്. ചാടി ചാവടി, അതാ നല്ലത്. കായലിലേക്ക് നോക്കി ഡേവിഡ് കളിയാക്കിയാണ് അവളെ. ദേ ഡേവി, കളിക്കല്ലേ, ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ, ചുമ ചൊറിയാൻ വരുവാ. ആ, ഒന്നും പിടിക്കുന്നില്ല നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ, എന്നാ അത് വായിച്ച് നീ ഇവിടെ നിന്നു, അതാ നല്ലത്. ഡേവിഡിനോട് ദേഷ്യപ്പെട്ട് ആൾ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. എത്ര നോക്കേണ്ട എന്ന് കരുതിയാലും ഏകയ്ക്ക് വൈരിനെ നോക്കാതിരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പ്രിയക്കും രാധികയ്ക്കുമൊക്കെ ഈ ഭാവം തന്നെയാണ് മുഖത്ത്. എന്നാൽ അഞ്ജലി മാത്രം സ്വന്തം ഷൂട്ടിംഗ് അനുഭവങ്ങൾ തള്ളിമറിച്ച് സംതൃപ്തി അടഞ്ഞു. വർഷയ്ക്ക് ഇന്നലെ മുതൽ വൈരൻ കയ്യിൽ നിന്ന് പോയി എന്നൊരു തോന്നലാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭാവമൊന്നുമില്ലാതെ ആൾ ചുറ്റിലും കണ്ണു വായിച്ച് നിൽക്കുമ്പോഴാണ് ആളുടെ കണ്ണിലൊരു കാഴ്ച ഉടക്കിയത്. ഫോണിൽ ആർക്കോ വോയിസ് മെസ്സേജ് അയക്കാൻ റെക്കോർഡ് ചെയ്യുന്ന ഡേവിഡ് കായൽ തീരത്തേക്ക് അടിച്ചു കയറുന്ന കാറ്റിൽ അവന്റെ മുടിയും ഷർട്ടൊക്കെ പിന്നിലേക്ക് പറക്കുന്നുണ്ട്. അവന്റെ ഫിറ്റ് ബോഡി കൂടുതൽ എടുത്ത് കാണിക്കും പോലെ വലിയ ശരീരമാണ് അവൻ്റേത്. വേണ്ടതിലധികം ഉയരവും വണ്ണമുള്ള രീതിയിലാണ് ഫിറ്റ്നസ് ചെയ്ത് വെച്ചേക്കുന്നത്, ഒരു യോദ്ധാവിൻ്റേത് എന്ന പോലെ. അവന്റെ അടുത്ത് നിൽക്കുന്ന ഏക ഇത്തിരിയോളം പോകുന്ന എന്തോ സാധനം പോലെ വർഷയ്ക്ക് തോന്നി. ആർക്കോ മെസ്സേജ് അയച്ച ശേഷം ഏകയുടെ ചെവിയേരെന്തോ പറഞ്ഞ് ചിരിക്കുകയാണ് ഡേവിഡ്. ആളവനെ കൂർപ്പിച്ച് നോക്കുന്നുമുണ്ട്. എന്താണെന്നറിയില്ല, വർഷയ്ക്ക് ഡേവിഡിൽ നിന്നും കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. എത്ര പെട്ടെന്നാണ് തൻ്റെ മനസ്സ് മറ്റൊന്നിലേക്ക് ചാഞ്ഞയെന്ന് ഒരു ഞെട്ടലോട് ഓർത്തു വർഷ. എത്ര കാലമായി കാണുന്നതാണ് ഡേവിഡിനെ, പക്ഷെ ഒന്നും നോക്കാൻ പോലും ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോഴെന്തോ അവൻ ആദ്യമായി കാണുന്ന പോലെ തോന്നിപ്പോകുന്നു. പാനിന്റെ പോകൽ തിരികെ ഫോൺ വീണ്ടും വലിച്ചൂരിയെടുത്ത് നോക്കിയാണ് ഡേവിഡ്. വാമികയാണ് അവന് മെസ്സേജ് അയക്കുന്നത്. ഡേവി, വഴി തെറ്റി, നീ അയച്ച ലൊക്കേഷൻ കറക്റ്റ് തന്നെയാണോ? ഇനി എന്നെ കൂടെ ഇങ്ങനെ വോയിസ് അയപ്പിക്കാതെ ഫോണിലെടുത്തൊന്ന് സംസാരിക്കും ഡേവി. വാമിയുടെ മെസ്സേജ് കേട്ടതും ഡേവിഡ് ചുറ്റിലും ഒന്ന് നോക്കി. മറ്റു ഗാർഡ്സിനോടെല്ലാം ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞുകൊണ്ട് ഡേവിഡ് നടന്ന് കുറച്ച് മാറിയുള്ള ഇടവഴിയിലേക്ക് ഇറങ്ങിയതും കണ്ടു. ദൂരെ നിന്ന് ഇഴഞ്ഞെന്ന പോലെ വരുന്ന ഒരു i20 കാർ. ഡേവിഡിനെ കണ്ട സന്തോഷത്തിൽ വാമിക വഴിയോരം കാർ പാർക്ക് ചെയ്ത ശേഷം സീറ്റ് ബെൽറ്റ് അഴിച്ച് കീയും ഫോണും കയ്യിലെടുത്ത് ഡോറ് തുറന്നിറങ്ങി. ഒരു പിങ്ക് കളർ ടീഷർട്ടും ബ്ലൂ ജീനും വൈറ്റ് ഷൂവുമാണ് അവളുടെ വേഷം. അരുതാത്ത എന്തോ കണ്ട പോലെ ഡേവിഡ് അവളെ കൈയുയർത്തി തടയും മുമ്പ് തന്നെ വാമിക അവനെ നോക്കി 32 പല്ലും കാട്ടി ചിരിച്ചുകൊണ്ട് വലതുകാരെടുത്ത് കുത്തിയത് ഒരു ചെളിക്കുണ്ടിലേക്കായിരുന്നു. ദയനീയ ഭാഗത്തിൽ ചുണ്ടി വിളക്കി ആൾ ഡേവിഡിനെ നോക്കി വിളിച്ച്, ഓ ഇതിനെ കൊണ്ട് ഞാൻ. ഇരുടുപ്പിലും കൈകുത്തി നോക്കുവാണ് അവൻ. വലതുകാലിലെ ഷൂവും ജീൻസിന്റെ താഴ്ഭാഗം ഉൾപ്പെടെ ചെളിയിൽ പൂണ്ടുപോയ അവസ്ഥയിലാണ് വാമിക ഉള്ളത്. ഇടതുകാൽ കുത്തിയാൽ അത് തന്നെയാണ് അവസ്ഥ എന്നതിനാൽ ഇടതുകാൽ ഉയർത്തിപ്പിടിച്ച് ആടുകയാണ് അവൾ. കാറിന്റെ പുറകിലെ ഡോറിനോട് ചേർന്നുള്ള ഭാഗത്ത് നിലം കുഴപ്പമില്ല. ഡേവിഡ് അവിടേക്ക് ചെന്ന് നിന്ന് വാമിക ഇടുപ്പിലൂടെ ഇടം കൈയാൽ ചുറ്റി ഉയർത്തിയെടുത്ത് തന്റെ നേർക്ക് അടുപ്പിച്ചതും ബാലൻസ് തെറ്റി അവളെയും കൊണ്ട് അവൻ പുറകിലെ ഡോറിലേക്ക് അമർന്നു. അവന്റെ വലിയ ശരീരം തന്റെ കുഞ്ഞുടലിനെ ഒന്നാകെ വിഴുങ്ങിയ പോലെ തോന്നി വാമികക്ക്. ശരീരം ഒന്നാകെ നോവുന്ന പോലെ. ഒപ്പം ഇടുപ്പിൽ ചുറ്റിയ കൈ പുറകിലൂടെ കറങ്ങി മുന്നിലെത്തിയതിന് പുറമെ ധരിച്ചിരിക്കുന്ന ടീഷർട്ട് ഉയർന്നു നിൽക്കുന്ന കാരണം അവന്റെ വിരലുകൾ തട്ടി നിൽക്കുന്ന നാഭിച്ചുഴിക്ക് ചുറ്റിലുമാണ്. ഡേവിഡിന്റെ നോട്ടം ആളുടെ മുഖത്താണെന്നറിഞ്ഞതും ആളുടെ മിഴികൾ പിടയാൻ തുടങ്ങി. കുറച്ചുകൂടെ ഇറക്കം കുറഞ്ഞ് ഉടുപ്പിടാൻ പാടില്ലായിരുന്നോ? കുട്ടി ഉടുപ്പൂട്ടി ഇതൊക്കെ ആരെ കാണിക്കാൻ ഇങ്ങനെ തുറന്നും മറത്തി വെച്ചേക്കുന്നത്? പതുങ്ങിയ കടുപ്പമുള്ള സ്വരത്തിൽ ചോദിച്ചുകൊണ്ട് അവനൊന്ന് കൈമുറുക്കിയതും കൈയുടെ നടുവിരൽ അവിടെ ചുഴിയിലേക്ക് കുത്തി ഇറങ്ങിയിരുന്നു. ഒന്നിരി വലിച്ചുകൊണ്ട് ആൾ ഉയർന്നുപോയി. ഒപ്പം അവന്റെ നെഞ്ചിൽ നെറ്റിമുട്ടിച്ചു വാമിക. ടിവി, എനിക്ക് നോവുന്നുണ്ട്, നിന്നെന്താ പാറക്കല്ലിൽ ഉണ്ടാക്കിയതാണോ? ആ പരവേശത്തിനിടയിലും പതർച്ച മറച്ചു വെച്ച് അവൾ ചോദിച്ചു പോയി. പ്രേമിക്കാൻ ഇറങ്ങി തിരിക്കുമ്പോ അറിഞ്ഞില്ലായിരുന്നോ ഞാൻ പാറക്കല്ലാണെന്ന്? ആദ്യ ദിവസം തന്നെ പാണ്ടിലോറിയേറിയ അവസ്ഥയിലാവും കേട്ടോ. പറഞ്ഞ ശേഷമാണ് അവനും ചിന്തിച്ച് താൻ ഇതെന്താ ഈ പറഞ്ഞെന്ന്. വിശ്വസിക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഒപ്പം ഇടം കൈയാൽ തന്നെ നാഭിച്ചുള്ളിൽ അമർന്നിരിക്കുന്ന അവന്റെ വിരലുകളിൽ അവൾ മുറുക്കെ പിടിച്ചു. അവന്റെ കണ്ണുകൾ നേരിടാൻ കഴിയാതെ പിടയുമ്പോഴേക്കും അവൻ അവളെ എടുത്തുയർത്തി മാറ്റി നിർത്തിയിരുന്നു. ശേഷം കാർ കീ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി കോ ഡ്രൈവർ ഡോർ വഴി അകത്തേക്ക് കടന്ന് കാറ് മാറ്റി പാർക്ക് ചെയ്തു. വഴിയോരത്തുള്ള പൈപ്പിൽ നിന്നും കാറിൽ പറ്റിയ ചെളി മുഴുവൻ കഴുകി കളഞ്ഞ ശേഷം അവൾ അടുത്തേക്ക് വരും വരെ അവൻ ക്ഷമയോടെ കാത്തു നിന്നു. അച്ഛനും അമ്മയും വീട്ടിലില്ല ഡേവി, അച്ഛമ്മയും സോപ്പിട്ട് ഞാൻ പുറത്തേക്ക് ചാടിയത്. ഡേവി, ഞാൻ നിന്റെ ഒപ്പാണെന്ന് അച്ഛനോടൊന്ന് വിളിച്ചു പറയൂ പ്ലീസ്. കെഞ്ചിക്കൊണ്ട് അവൾ പറയുമ്പോൾ അവൻ ഗൗരവഭാവത്തിൽ അവളെ നോക്കി. ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? രുദ്രൻ സാറിന്റെ കയ്യിൽ നിന്ന് നല്ല കിട്ടട്ടെ. അഹങ്കാരം കുറച്ച് കൂടുതലാ നിനക്ക്. ഡേവി പ്ലീസ്, വേണോ നീ എന്നെ തല്ലിക്കോ, അച്ഛനോടൊന്ന് പറയൂ പ്ലീസ്.
നെഞ്ചിൽ പിണച്ചു കെട്ടി അവന്റെ കയ്യിൽ തൂങ്ങി കെഞ്ചുന്നവളെ ഒരു നിമിഷം നോക്കിയെന്ന ശേഷം ആള് വലിച്ചെടുത്ത് അവൻ ഷൂട്ട് നടക്കുന്നിടത്തേക്ക് നടന്നു. ഒപ്പം ഫോൺ കയ്യിലെടുത്ത് രുദ്രദേവ് വർമ്മയുടെ നമ്പർ അവൻ ഡയൽ ചെയ്തു. ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് ഉച്ച കഴിഞ്ഞിരുന്നു. ഡേവിഡ് ഓർഡർ ചെയ്തു കൊടുത്ത ബർഗറും മറ്റും കഴിക്കുകയാണ് പെൺപടകൾ. വാമിക മാത്രം ഏകക്കൊപ്പമാണ് നിൽക്കുന്നത്. അവരും തങ്ങളുടെ ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും ഒക്കെ ഡേവിഡിനുണ്ടായ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വാമിക. ആൾക്കാർ സന്തോഷം പകർന്നിരുന്ന കാര്യമായിരുന്നെങ്കിലും അവനത് അങ്ങോട്ട് സമ്മതിച്ചിരുന്നില്ലെന്ന വിഷമം അവൾക്കുണ്ടായിരുന്നു. ഇന്ന് രാവിലെ റിലീസ് ചെയ്ത വൈരിന്റെയും അഞ്ജലിയുടെയും സിനിമ സൂപ്പർ ഹിറ്റായെന്ന വാർത്ത ഉച്ചയോടെ സെറ്റിലാകെ പരന്നു. വൈരിനെ സംബന്ധിച്ചിടത്തോളം അത്ര അതിശയിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നില്ല. സിനിമയുടെ ഔട്ട്പുട്ടിൽ അവന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. പ്രേക്ഷകർ അത് ഏറ്റെടുക്കുമെന്ന് അവൻ മുൻകൂട്ടി പ്രതീക്ഷിച്ചുമാണ്. പക്ഷെ അഞ്ജലിയുടെ അവസ്ഥ അങ്ങനെയായിരുന്നില്ല. ആദ്യ സിനിമ തന്നെ ഇത്ര വലിയ വിജയമാണെന്ന് അറിഞ്ഞോടെ അവൾ നിലം തൊടാതെ പറക്കുകയായിരുന്നു. അത്ര സന്തോഷത്തോടെ അല്ലെങ്കിലും രാധികയും പ്രിയയും വർഷയും ഒക്കെ അവളെ അഭിനന്ദിച്ചു. എല്ലാവരുടെയും ആശംസകൾ ഏറ്റുവാങ്ങി അഞ്ജലി ആവേശത്തോടെ ഓരോരുത്തരോടും സംസാരിച്ചുകൊണ്ടിരുന്നു. വൈരിനാവട്ടെ തന്റെ ഫോൺ മാനേജർ ജയറാമിന്റെ കയ്യിലേക്ക് കൊടുത്തു. അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന കോളുകളും സന്ദേശങ്ങളും ഒന്നും നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതേസമയം ഉച്ചയ്ക്ക് ശേഷമുള്ള ഷോ തിയേറ്ററിൽ പോയി കാണുമെന്ന് വാശി പിടിക്കുകയായിരുന്നു അഞ്ജലി. ആൾക്കൊപ്പം വർഷയും പ്രിയയും രാധികയും അതേ ആഗ്രഹം പ്രകടിപ്പിച്ചു. വാമികയ്ക്കും അതിൽ നല്ല താല്പര്യമുണ്ടായിരുന്നു. കാരവാനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ വൈരിനെ കണ്ടതും 4 പെണ്ണുങ്ങൾ ഒരുമിച്ച് അവനെ വളഞ്ഞു. ഓരോരുത്തരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവനെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ വാശിക്ക് മുന്നിലൊടുവിൽ നിവൃത്തിയില്ലാതെ വൈരിൻ തലകുലുക്കി. അവൻ സമ്മതം അറിയിച്ചതും ഡേവിഡ് ഉടൻ തന്നെ ഫോൺ എടുത്ത് രുദ്രദേവ് വർമ്മയെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. ഫസ്റ്റ് ഷോ കഴിഞ്ഞ ആദ്യ റിപ്പോർട്ടുകൾ തന്നെ സിനിമ സൂപ്പർ ഹിറ്റാണെന്ന് ഉറപ്പായതോടെ തിയേറ്ററുകളിൽ കാണികളുടെ തിരക്കാണ്. അതുകൊണ്ട് തന്നെ സമയം കളയാതെ വൈരിനടുത്തുള്ള വലിയ മാളിലെ ഒരു ലക്ഷറി തിയേറ്റർ ടീമിനെ കോൺടാക്ട് ചെയ്തു. മുഴുവൻ സീറ്റുകളും ക്യാഷ് നൽകി പ്രൈവറ്റ് സ്ക്രീനിംഗ് ആയി ബുക്ക് ചെയ്തു. അവൻ ചില VIP ഫാമിലികളെ മാറ്റി നിർത്തി പബ്ലിക് ബുക്കിംഗ് ക്ലോസ് ചെയ്തുകൊണ്ടും എൻട്രി ഗസ്റ്റ് ലിസ്റ്റിലേക്ക് മാത്രം മാറ്റുകയും ചെയ്തു അവിടെയുള്ളവർ. പിന്നീട് അവർ പോയത് മാളിലുള്ള ആ തിയേറ്ററിലേക്കായിരുന്നു. കാരവാനിൽ വെച്ച് തന്നെ ഡ്രസ്സ് മാറ്റിയിരുന്നു വൈരിൻ. ഒരു ബ്ലാക്ക് ഹൂഡഡ് ഹൂഡിയും ബ്ലാക്ക് പാൻറ്റും മാസ്കും ധരിച്ചാണ് വൈരിൻ മാളിലെത്തിയത്. അഞ്ജലി ഒരു മാസ്ക് ധരിച്ചിരുന്നു. വൈരിൻ ആദ്യമേ തന്നെ തിയേറ്ററിലേക്ക് വേഗത്തിൽ കയറിപ്പോയി. ഏകക്ക് ഇതൊക്കെ വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. വൈരിന്റെ ലൈഫ് നമ്മൾ കാണുമ്പോൾ അത്ര ഈസിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ അഞ്ജലി മാത്രം ബാക്കിയുള്ളവർക്കടുത്തേക്ക് ഒതുങ്ങി നിന്നു. അതെ, പ്ലാൻ വല്ലതും നടക്കുമോ? നിന്റെ പ്രേമ എവിടെ? കാണാനല്ലോ അവനെ. പ്രിയപതിയെ അഞ്ജലിയുടെ കാതിലായി ചോദിച്ചു. അതൊക്കെ ഉണ്ട് മോളെ, അവൻ ഇപ്പൊ വരും. കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത പടിയെ നടന്നിരിക്കും, നീ നോയിക്കോ. ഉറപ്പോടെ പറയുമ്പോഴും അഞ്ജലി തന്റെ ഫോണിൽ ധൃതിപ്പെട്ട് ആർക്കോ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നീ എന്താ ഈ പറയുന്നത്? അതിന് മാത്രം ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. തിരക്കില്ല, എങ്ങനെയാ അവളെ പ്രേം കൊണ്ടുപോകുന്നു? പ്രിയ സംശയം ചോദിക്കുമ്പോൾ വർഷയ്ക്ക് ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടായി. പ്രിയ, ഇതൊന്നും ശരിയില്ലെന്ന് നിന്റെ മനസ്സ് പറയുന്നു. നമ്മളാണ് എല്ലാത്തിനും പിന്നിലെന്നറിഞ്ഞാൽ രുദ്രനെങ്കിലും നമ്മളെ കൊല്ലും. അങ്കിളിന് എന്തിനു പറയണം? വൈരിനറിഞ്ഞാൽ മാത്രം മതി നമ്മുടെ കഥ കഴിയാൻ. ഭയത്തോടെ ചുറ്റിൽ നോക്കി വർഷ പറയുമ്പോൾ അഞ്ജലിയുടെ മുഖം ദേഷ്യത്തിൽ ചുളിഞ്ഞു. നിനക്കെന്താ പെട്ടെന്ന്? ചുമ്മാ നെഗറ്റീവ് പറയാതെ വർഷേ, എല്ലാവരും അറിയണം. അത് തന്നെ എൻ്റെയും പ്രേമിൻ്റെയും ലക്ഷ്യം. നിനക്കറിയോ, ഏകയെ കണ്ട അന്ന് മുതൽ അവളോട് പ്രേമിന് ഒരു അട്രാക്ഷൻ ഉണ്ട്. അവനിവളെ സ്വന്തമാക്കാൻ കിട്ടുന്ന അവസരം അതെന്തായാലും അവൻ മിസ് ചെയ്യില്ല. നീ എന്തീ പറയുന്നേ? ഒന്ന് തെളിയിച്ചു പറ. തെളിയൊരു സംശയത്തിലാണ് വർഷ അഞ്ജലിയോട് ചോദിച്ച്. അഞ്ജലി 3 പേരെയും നോക്കി. ഇതിൽ രാധിക മാത്രമാണ് ഒന്നും മനസ്സിലാവാൻ നിൽക്കുന്നത്. നോക്ക്, എൻ്റെ കൂടെ നിന്നാൽ നമുക്കിടയിൽ നിന്ന് ഏക എന്ന സമസ്യ എന്നേക്കുമായി ഔട്ടാവും. പിന്നെ നമ്മുടെ അടുത്ത ലക്ഷ്യം നിങ്ങളുടെ രാജലക്ഷ്മി ചെറിയമ്മയുടെ മോളെയാണ്. അവളും ഔട്ടായ പിന്നെ വൈരിന്റെ ജീവിതത്തിൽ നമ്മൾ 4 പേര് മാത്രമേ കാണൂ. എന്തു പറയുന്നു? അഞ്ജലി 3 പേരെയും നോക്കി ചോദ്യപാത്രത്തിൽ നിർത്തുമ്പോൾ വർഷയും രാധികയും മാത്രമാണ് അത്ര തൃപ്തിയല്ലാത്ത രീതിയിൽ നിന്ന്. പ്രിയക്കപ്പോഴും ആവേശമായിരുന്നു. വർഷയുടെയും രാധികയുടെയും ശ്രദ്ധ മാറിയതും അഞ്ജലി പതിയെ പ്രിയയുടെ കാതോരം പറഞ്ഞു. പ്രിയ, വർഷയ്ക്ക് ഇന്നലെ തന്നെ ഇതിൽ നിന്ന് പിന്മാറിയ കൊള്ളാമെന്നുണ്ട്. പിന്നെ രാധിക, അവളെപ്പോലെ പഴഞ്ചനായവരുള്ള വൈരി വിവാഹം കഴിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? നിന്റെ രാജലക്ഷ്മി ചെറിയമ്മയുടെ മകൾ കൂടി ഔട്ടായ പിന്നുള്ളത് നമ്മൾ 2 പേരും മാത്രമാവും. നമ്മളിൽ ആരെങ്കിലും ഒരാളെ വൈരിനെ സെലക്ട് ചെയ്തേ മതിയാവൂ. അഞ്ജലി പറയുന്ന കേട്ടതും പ്രിയയുടെ മുഖം പൂനിലാവുദിച്ച പോലെ തിളങ്ങി. ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കുളിരി പോരുവാ. അഞ്ജലി, നിനക്ക് കൂടി അങ്ങ് ഒഴിഞ്ഞു പോയിരുന്നോ? നീ വലിയ ഹീറോയിനൊക്കെ ആയ സ്ഥിതിക്ക് നിനക്ക് നല്ല സിനിമാ നടന്മാരെ വേറെ കിട്ടും. ഞാൻ പാവല്ലേടി, പിച്ചോട്ടെ എനിക്ക് വിട്ടെന്നൂടെ? മനസ്സിൽ തോന്നിയത് മറിയില്ലാതെ ചോദിച്ചുപോയി പ്രിയ. അത് അത്യാഗ്രഹമല്ലേ മോളെ പ്രിയേ? ഏകയ്ക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചേക്കുന്ന വിരുന്നെന്താണെന്ന് അറിഞ്ഞാൽ ഈ രീതിയിൽ നീ പിന്നെ ഒരിക്കലും എന്നോട് സംസാരിക്കില്ല. എന്റെ കുറുകെ ആര് വന്നാലും അത് ബ്ലോക്ക് ചെയ്തിരിക്കുക അഞ്ജലി. ഫസ്റ്റ് ഷോക്ക് പിന്നാലെ തിയേറ്ററിലേക്ക് ആരെയും കടത്തിവിടുന്നില്ലെന്ന വാർത്ത ഒന്നും പുറത്ത് പെട്ടെന്ന് പ്രതിഷേധമുണ്ടായി.
ഓൺലൈൻ ബുക്കിംഗ് നടത്തിയ കുറച്ച് ആൾക്കാർ ബഹളം വയ്ക്കാൻ തുടങ്ങിയതും പ്രേം കൊണ്ടുവന്ന ഗുണ്ടകൾ സംഘമായി സ്ഥലത്തെത്തി. ആൾക്കൂട്ടത്തിൽ ഇഴുകിച്ചേർന്ന് പ്രശ്നം കൂടുതൽ വഷളാക്കാൻ ശ്രമിച്ചു. അക്രമാസക്തമായി പെരുമാറുന്നത് പ്രേമിന്റെ ഗുണ്ടകളാണെന്ന് ആർക്കും മനസ്സിലായതേയില്ല. പ്രതിഷേധത്തിന്റെ മറവിൽ അവർ നേരിട്ട് ടാർഗറ്റ് ചെയ്ത് ഏകയെ മാത്രമായിരുന്നു. അഞ്ജലിയും വർഷയും രാധികയും പ്രിയയുമൊക്കെ സുരക്ഷാ ജീവനക്കാരോടൊപ്പം തിയേറ്ററിനുള്ളിലേക്ക് നീങ്ങുമ്പോൾ വാമിക ഏകയുടെ കയ്യിൽ പിടിച്ച് പതിയെ മുന്നോട്ട് നടന്നു നീങ്ങി. വാമി, നീ അവർക്കൊപ്പം വയ്ക്കോ. എനിക്ക് നിങ്ങൾക്കൊപ്പം സുരക്ഷിതമായിട്ട് അകത്തേക്ക് കയറാൻ അനുവാദമില്ല. എൻ്റെ ഡ്യൂട്ടി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാന്നാണ്. സോ നീ അഞ്ജലി മേഡത്തിനൊപ്പം അകത്തേക്ക് വയ്ക്കോ. ഞാൻ ഡേവിനൊപ്പം പുറകെ വന്നോളാം. വാമികയെ ഗാർഡ്സിന്റെ വലയത്തിനുള്ളിലേക്ക് നിർബന്ധിച്ച് കയറ്റിയ ശേഷം ഏക പിന്തിരിഞ്ഞ് ഡേവിഡിന് അടുത്തേക്ക് നടന്നു. അതിനിടെയാണ് ഗുണ്ടകളിൽ ചിലർ ഏകയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് തിക്കും തിരക്കും അഭിനയിക്കാൻ തുടങ്ങിയത്. ആൾക്കിടയിൽ കയറി ആള് വേർതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവർ ഏകയുടെ നേരെ കൈ നീട്ടിപ്പിടിക്കാനും ബലം പ്രയോഗിച്ച് മാറ്റി നിർത്താൻ അവർ ശ്രമിച്ചു. അവരുടെ ലക്ഷ്യം ഏകയെ ബലമായി മെൻസ് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ ഏകക്കായി കാത്തിരിക്കുന്ന പ്രേമമായി ചേർക്കുക എന്നതായിരുന്നു. ഏക വരുന്ന കാത്ത് പ്രേം അവിടെ നിൽപ്പുണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാർ വൈരി രുദ്രദേവ് വർമ്മയുടെ ബോഡി ഗാർഡിന് ആ കുടുംബത്തിലെ അംഗവുമായി വഴിവിട്ട ബന്ധമുണ്ടെന്നും അവരെ തിയേറ്ററിന് സമീപമുള്ള മെൻസ് ടോയ്ലറ്റിൽ നിന്ന് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ പിടിച്ചിറക്കിയെന്ന് ന്യൂസ് ഉണ്ടാക്കിയെന്നതായിരുന്നു അഞ്ജലിയുടെയും പ്രേമിന്റെയും ലക്ഷ്യം. പക്ഷേ തിരക്കും പ്രശ്നങ്ങളും കൂടി വന്നും തിയേറ്ററിനകത്ത് അടിയന്തര സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായി. 4-5 പുരുഷന്മാർ ഏകയെ വളയുന്ന കാഴ്ച കൊണ്ടാണ് അഞ്ജലി ചിരിയോടകത്തേക്ക് കയറിയത്. ഏകക്കൊന്ന് പ്രതിരോധിക്കാൻ കഴിയുന്നതിന് മുന്നേ തന്നെ രണ്ടുപേർ അവിടെ 2 കൈയെ പിടിച്ചു വെച്ചിരുന്നു. വിട്ട്, എന്നെ വിട്ട്, നീയൊക്കെ ഏതാളാ? ഏക കുതിരിപ്പിടഞ്ഞുകൊണ്ട് കാലുയർത്തി മുന്നിൽ നിന്ന് ആക്രമിച്ചതിനോ മർമ്മ ലക്ഷ്യമാക്കി ആഞ്ഞൊരു ചവിട്ടുകൊടുത്തു. അപ്രതീക്ഷിതമായ അടിയിൽ വേദന ഉണ്ടാവും പിടഞ്ഞ് പിന്നിലേക്ക് വളഞ്ഞെങ്കിലും അടുത്ത നിമിഷം തന്നെ ദേഷ്യത്തോടെ കയ്യോങ്ങിയോടെ നേരെ പാഞ്ഞെത്തി. എന്നാൽ കയ്യോളിൽ പതിയുന്നതിന് മുന്നേ മറ്റൊരുവന്റെ ഉരുക്കുപോലുള്ള പിടിയിൽ കുടുങ്ങിയിരുന്നു. ഒരൊറ്റ നിമിഷം അയാളുടെ ജ്വലിക്കുന്ന കണ്ണുകൾ മാത്രമായിരുന്നു പുറത്തേക്ക് ദൃശ്യമായത്. ബാക്കി മുഖം മുഴുവൻ മാസ്കിനുള്ളിൽ മറിഞ്ഞു തന്നെ കിടന്നു. പക്ഷേ പുറത്തു കാണുന്ന ആ കണ്ണുകൾ മാത്രം മതി തന്റെ മുന്നിൽ മതിൽ പോലെ കയറി നിൽക്കുന്ന വൈര്യനാണെന്ന് ഏകക്ക് മനസ്സിലാക്കാൻ. അതിനിടയിലും അവളുടെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു. ആരുടെയും സ്പർശമേൽക്കാതിരിക്കാൻ അവൾ വീണ്ടും വീണ്ടും കുതിരിപ്പിടഞ്ഞു. ആശങ്കയും ഞെട്ടലും ചേർന്ന് അവളെ പൂർണ്ണമായി ഉലച്ചിരുന്നു. നെഞ്ചിൽ പതിഞ്ഞ ആ ചവിട്ടിന്റെ ആഘാതത്തിൽ മുന്നിൽ നിന്നവൻ ദൂരേക്ക് തെറിച്ചു വീണു. അപ്പോഴേക്കും അകത്തേക്ക് കയറുന്ന സെക്യൂരിറ്റി ഗാർഡ്സ് ഓടിയെത്തി. നിമിഷങ്ങൾക്കകം സ്ഥിതി അവരുടെ നിയന്ത്രണത്തിലായി. ആ തിരക്കിനിടയിൽ ഏകയെ തന്നെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വൈര്യൻ അല്പം മാറി നിന്നു. മുഖം മറച്ചിരുന്നതിനാൽ അവൻ ആരാണെന്ന് അപ്പോഴാരും തിരിച്ചറിഞ്ഞിരുന്നില്ല. കാര്യങ്ങളുടെ നിയന്ത്രണം ഡേവിഡ് ഏറ്റെടുത്തോടെ സെക്യൂരിറ്റി ടീമിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവൻ സ്ഥിതി കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ആ തക്കത്തിൽ വൈര്യൻ ഏകയും കൂടി തിയേറ്ററിനുള്ളിലേക്ക് കയറി. ഇരുണ്ട കോറിഡോറിന്റെ മറവിലെത്തിയതും ഇതുവരെ സ്വയം നിയന്ത്രിച്ചിരുന്നവൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവളെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ചു. മുറുക്കെ, വല്ലാതെ മുറുക്കെ. പേടിച്ചുപോയോ? അവൻ പതിയെ അവളുടെ കാതിലായി ചോദിച്ചു. അവൾ നേർമയായി ഒന്ന് മൂളിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് കൂടുതൽ ചേർന്നു. പേടിയോ? ഏകക്കോ? കള്ളം പറയാ അവള്. അവനോട് മാത്രം അങ്ങനെ പറയാനും ആ തണലിൽ കഴിയാനുമാണ് അവൾക്ക് ഇഷ്ടം. ഞാനില്ലേ നിനക്ക്? ആർദ്രമായി പറഞ്ഞ ശേഷം അവളുടെ മുഖം പിടിച്ചുയർത്തി തന്നെ മാസ്ക് താഴ്ത്തിയ ശേഷം അവളുടെ മൂർത്താവിൽ ചുണ്ടി ചേർത്തു വൈര്യൻ. അവളിൽ നിന്നൊരു ദീർഘശ്വാസം ഉയർന്നു. ശക്തമായി അവളെ പുണർന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു നീന്നു അവൻ. ശേഷം അവളുടെ കവളിൽ അമർത്തിമുത്തി അവളുടെ കാതോര അവൻ പതിയെ പറഞ്ഞു. സെക്യൂരിറ്റി പണി അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടിരിക്കുക. ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ കൂടെ വന്നേക്കണം, എൻ്റെ മാത്രമായി. ഇനിയും വൈകിക്കില്ല ഞാൻ. ബോധമണ്ഡലം തിരികെ കിട്ടിയ പോലെ അവളൊന്ന് പിടഞ്ഞു. കുതിരിമാറി അവളെ ചേർത്ത് പിടിച്ചവൻ നടന്നു. ഏകയും കൊണ്ട് ഏറ്റവും പുറകിലേക്ക് അവൻ നടന്നു പോകുന്ന കാഴ്ച അരന്റെ വെളിച്ചത്തിൽ അഞ്ജലിയും കൂട്ടരും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അഞ്ജലി പ്രേമിന്റെ നമ്പർ ഡയൽ ചെയ്തു. 2 പേർക്ക് ഇരിക്കാവുന്ന ഏറ്റവും പുറകെയുള്ള ലോഞ്ചർ സീറ്റിൽ ആളെയും കൊണ്ട് അവൻ ഇരുന്നു. അപ്പോഴെല്ലാം അവൾ അവനെ പകപ്പോടെ നോക്കി കാണുകയായിരുന്നു. തന്റെ അടുത്തേക്ക് ചേർന്നിരിക്കുന്നവൻ ചെയ്യുന്ന പ്രവൃത്തികൾ. മാസ്ക് കഴിച്ചു മാറ്റി ഹൂഡി പിന്നിലേക്ക് താഴ്ത്തിയിട്ട ശേഷം പാനിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ കയ്യിലെടുത്ത് വാട്സാപ്പ് മെസ്സേജ് തുറന്നു വെക്കുകയാണ് വൈര്യൻ. അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള കുറെ മെസ്സേജുകൾക്കൊക്കെ റിപ്ലൈ കൊടുത്തേക്കുന്നത് മാനേജർ ജയറാമാണ്. എല്ലാം ഒന്ന് ഓടിച്ചു നോക്കിയ ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അല്പം മുന്നിലേക്ക് ആഞ്ഞുകൊണ്ട് അവൻ പാനിന്റെ പോക്കറ്റിലേക്ക് തന്നെ ഫോൺ തിരികെ വെച്ച ശേഷം ആ നേരം മിഴികൾ ചിമ്മാൻ പോലും മറന്ന് തന്നെ നോക്കിയിരിക്കുന്നവളെ പെട്ടെന്ന് തന്നെ അരക്കെട്ടിലൂടെ കൈ ചേർത്തി വെറ്റി അവനോട് കൂടുതൽ അടക്കി പിടിച്ചു വൈര്യൻ. എവിടെ ഇരിക്കെ? കുറുമ്പോടെ വൈര്യൻ പറഞ്ഞു. ഞെട്ടിക്കൊണ്ട് ഏക ചുറ്റിലും കണ്ണു വായിച്ചു. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അതിനാൽ തങ്ങൾ ആരും കാണുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ലോഞ്ചർ സോഫയിൽ അവന്റെ അടുത്തായി തന്നെ ഏകിയിരുന്നു. വൈര്യനൊന്ന് ചേർത്ത് പിടിച്ചപ്പോൾ കുതിരിക്കൊണ്ട് അകലം പാലിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവന്റെ സാന്നിധ്യം അവളുടെ ധൈര്യത്തെ പോലും അലയിച്ചില്ലാതാക്കിയിരുന്നു. സിനിമ തുടങ്ങി. എല്ലാവരുടെയും ശ്രദ്ധ സിനിമ കാണുന്നതിലാണ്.
സ്ക്രീനിലെ ദൃശ്യങ്ങൾ മാറിക്കൊണ്ടിരുന്നെങ്കിലും ഏകയുടെ മനസ്സ് മുഴുവൻ അല്പം മുമ്പ് തന്റെ കാതിലേറ്റ അവന്റെ ശ്വാസത്തിന്റെ ചൂടിലായിരുന്നു. അടക്കി പിടിച്ചുകൊണ്ട് അവനിവിടെ ഇരിക്കിയിരിക്കുമെന്ന് പറയുമ്പോൾ ദേഹത്ത് വൈദ്യുതി പ്രവഹിക്കും പോലെ ഒരു വിറയൽ അനുഭവപ്പെട്ടിരുന്നു. അവളുടെ ആ പിടപ്പും പരവേശമൊക്കെ നോക്കി അവനും ചെറുചിരിയോട് അങ്ങനെ തന്നെ ഇരുന്നു. അവളുടെ വിറയാർന്ന കൈമെല്ലെ തന്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ച് വൈരിൻ കുറച്ചു നേരം അവയെ താലോലിച്ചുകൊണ്ട് അതിലേക്ക് നോക്കിയിരുന്നു. ഒരു വാക്ക് പോലും പറയാതെ അവൻ അവളുടെ വിരലുകളുടെ അഗ്രങ്ങളിൽ ഓരോന്നായി അത്തരങ്ങൾ ചേർത്ത് ചുംബിച്ചു. ആ ചുംബനങ്ങൾക്കിടയിൽ അവന്റെ ചൂടൻ ശ്വാസവും അത്തരങ്ങളുടെ മാർദ്ദവും അവളുടെ നനുത്ത വിരലുകളെ തഴുകിയപ്പോൾ ഏകയുടെ ശരീരമാകെ ഒരു വിറയൽ പടർന്നു. തിയേറ്ററിനുള്ളിലെ ഇരുണ്ട മുറിയിൽ മറ്റുള്ളവരെ ഒളിച്ച് പരസ്പരം പ്രണയിക്കുന്ന കമിതാക്കളെ പോലെ തോന്നി അവൾക്കപ്പോൾ. മുന്നിലിരിക്കുന്ന ഓരോ ആൾക്കാരിലേക്കും പരവേശത്തോടെ ഏകയുടെ മിഴികൾ തറഞ്ഞു. സിനിമയിൽ ലയിച്ചിരിക്കുകയാണ് ഓരോരുത്തരും. ഏക തന്റെ മിഴികൾ അടച്ചു പിടിച്ചു. കുഞ്ഞുനാൾ മുതലുള്ള തന്റെ ക്രഷാണ് ഇപ്പോൾ ഇങ്ങനെ അടുത്ത് ചേർന്നിരിക്കുന്നത്. ഈ നടക്കുന്നൊക്കെ യാഥാർത്ഥ്യം എന്ന് തോന്നാൻ പോലും അവൾക്ക് പ്രയാസമായിരുന്നു. വയലിൽ നിന്നിപ്പോൾ താൻ അകന്നിരിക്കുകയാണ്. രുദ്രദേവർമ്മ എന്ന മനുഷ്യനോട് തോന്നിയ കടപ്പാട് ഉണ്ടായിരുന്നെങ്കിലും അവന്റെ അടുത്തിരിക്കുമ്പോൾ ആ കടപ്പാട് പോലും സ്നേഹത്തിന് വഴിമാറി കൊടുക്കുന്ന പോലെ അവൾക്ക് തോന്നി. വയലിൻ പതിയെ അവൾക്കരികിലേക്ക് കൂടുതൽ ചാഞ്ഞു. ഇരുവരുടെയും ശ്വാസം പരസ്പരം തൊടുന്നത്ര അകലം മാത്രം ബാക്കിയായിരുന്നു. പെട്ടെന്ന് വയലിൽ നിന്ന് മുഖം വെട്ടി മാറ്റി അവൾ സ്ക്രീനിലേക്ക് നോക്കി. സ്ക്രീനിൽ വൈരിനും അഞ്ജലിയും തമ്മിൽ ഹഗ് ചെയ്യുന്ന സീൻ കാണെ ഏകക്ക് പെട്ടെന്ന് വല്ലായ്മ തോന്നി. ആൾ കുറുമ്പോടെ മുഖം തിരിക്കുന്ന അവൻ വ്യക്തമായി തന്നെ കണ്ടു. ഒരു ചിരിയോടെ അവൻ അവളോട് കൂടുതൽ ചേർന്ന് വന്ന് ആ കാതിലായി മെല്ലെ മുഖം ചേർത്തു. എന്താ ഇഷ്ടമായില്ലേ? അപ്പോഴും അവളൊന്ന് പിടഞ്ഞുപോയി. മുഖം വെട്ടി ഷോൾഡറിൽ അമർത്തി. കൈകൾ തണുത്തുറഞ്ഞു പോയി. നെഞ്ചിരിപ്പിന് വേഗതയേറി. എങ്കിലും പരവേശത്തോടെ തന്നെ അവൾ തനിക്ക് തോന്നിയത് അവിടെ പറഞ്ഞു. ഇത് ഞാൻ കാണില്ല, എന്തോ കാണാൻ തോന്നില്ല. ചുണ്ടുകൾ കൂട്ടി അവൾ പറഞ്ഞു നിർത്തിയതും വൈരിന്റെ ചുടികൾ അത്രയും മനോഹരമായൊന്ന് വിടർന്നു. ആളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല അവന്. സ്ക്രീനിൽ കാണുന്ന ഒരു കഥാപാത്രം ലേഖ, അതുപോലതും ക്യാമറ ട്രിക്കിലൂടെ ഷൂട്ട് ചെയ്ത. പക്ഷേ ഇവിടെ നിന്നോട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഞാൻ തന്നെ ലേഖ, പച്ചയായ നിന്റെ പുരുഷൻ. അല്പം പൈങ്കിളിയാണ്, പക്ഷെ ഈ നിമിഷം അവനൊരു കാമുകനാണ്. രഹസ്യം പോലെ പറഞ്ഞുകൊണ്ട് ആ കാതിൽ പതിയൊന്ന് മുത്തിയവൻ. ആൾമുഖം വെട്ടിച്ചുകൊണ്ട് പിന്നെയും ഷോൾഡറിലേക്ക് തല ചേർത്തു. ഒട്ടും പറ്റുന്നില്ല, പൊട്ടിത്തെറിക്കുമെന്ന് തോന്നിപ്പോയി അവൾക്ക്. അതൊക്കെ എനിക്കും അറിയാം, പക്ഷെ എന്തോ അഞ്ജലി ആയതുകൊണ്ടാ. ബാക്കി അവൾ പറഞ്ഞില്ല. എങ്ങനെയൊന്നും പറയണമെന്ന് കരുതിയതുമല്ല. പക്ഷെ ഈ നേരം കൊണ്ട് ഒരു പ്രേമിനിയുടെ ഭാവം പൂണ്ട് അവൾക്ക് എന്തൊക്കെയോ ഇനിയും പറയണമെന്നുണ്ട്. അവന് മാത്രം മനസ്സിലാവുന്ന മധുരമൊഴികൾ. വൈരിനിൽ തികച്ചും സന്തോഷമായിരുന്നു. തന്നെ അവൾ എത്രത്തോളം പ്രണയിക്കുന്നു എന്നതിനുള്ള തെളിവുകളാണ് അവളുടെ നാവിൽ നിന്ന് തന്നെ വീഴുന്നത്. അവൾ ബോധത്തോടെ പറയുന്നില്ലെന്നും താനിങ്ങനെ ചേർന്നിരിക്കുന്നുണ്ടുള്ള പരവേഷം തീർത്ത പ്രണയത്തിൽ നിന്നുമാണ് അവൾ ഇത്രയും തുറന്ന് സംസാരിക്കുന്നതെന്നും അവന് നല്ലതുപോലെ അറിയാം. വഴക്കൂടാനൊരു അവസരം ഇട്ടുകൊടുത്താൽ തന്നെ കാണുന്ന പോലും വെറുപ്പാണെന്ന് വിളിച്ചു പറയാൻ മടിയില്ലാത്തവളാണ് തൻ്റെ അടുത്തിരിക്കുന്നതെന്ന് അവനറിയാം. പക്ഷേ ഈ നിമിഷങ്ങളിലെ സുഖം വിട്ടുകളയാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. ഒരു കമിതാവിനെ പോലെ അവളോട് രഹസ്യം പറയാനും അവളിലെ കാമുകിയെ വാക്കുകൾ കൊണ്ട് തളർത്താനും അവൻ ആഗ്രഹിച്ചു. ഇന്നലെ അവൾ അവനെ കൈനീട്ടി അടിച്ചൊന്നും ഇപ്പൊ അവനെ മനസ്സിലേ ഇല്ലായിരുന്നു. അത്രമേലേക എന്ന ഭ്രാന്തിലേക്ക് അവൻ ആഴ്ന്നുപോയി. പെണ്ണിനെ എത്രത്തോളം തളർത്താൻ കഴിയുമോ അത്രത്തോളം തളർത്തി തന്നിലേക്ക് അടുപ്പിക്കണം. ആളറിയാതെ തന്നെ തന്റെ സാമീപ്യത്തിൽ ലയിച്ചു പോകുന്ന കാണണമെന്നൊരു മോഹം അവന്റെ ഉള്ളിൽ നിറഞ്ഞു. ഒരിക്കലും അവളിൽ കണ്ടിട്ടില്ലാത്ത നാണത്തിൽ കുതിർന്ന മൃദുവായ തളർച്ച അവളുടെ മിഴികളിലും ശരീരത്തിലും വിരിയുന്ന കാണാനുള്ള ആഗ്രഹം അവന്റെ മനസ്സിൽ തീവ്രമായി. ഒരു ചീത്ത കൊതി. നീ ഇങ്ങനെ പിണങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്ന പെണ്ണേ, നീ എന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്ന് ഏക, ഒരുപാട് ഇഷ്ടമാണ്. കൊതിയാ നിന്നോട്. ഇതിലും ശബ്ദം താഴ്ത്തിയൊരുവന് രഹസ്യം പറയാൻ പറ്റുമോ? കാതിൽ അധരങ്ങൾ മുട്ടിച്ച് പഞ്ചാര വാക്കുകൾ പറയുന്നവന്റെ കനത്ത ശ്വാസം ഏകയെ ഉടലോടെ തളർത്തി. ആൾ പിടയുന്ന മിഴികൾ ഉയർത്തി ഇരുളിൽ തിളങ്ങുന്നവന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.